44,000 വർഷം പഴക്കമുള്ള ഒരു ചെന്നായയെ മഞ്ഞിനുള്ളിൽ നിന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള നഗരമായ യാക്കോസിൽ നിന്നുമാണ് ഇത്രയും വർഷം പഴക്കമുള്ള ചെന്നായയുടെ ഫോസിൽ കണ്ടെത്തിയത്. ഉത്തരധ്രുവ മേഖലയിലെ കട്ടിയേറിയ ഐസ് കവചമായ പെർമാഫ്രോസ്റ്റ്. റഷ്യയിലെ സൈബീരിയയിലെ ഈ പെർമാഫ്രോസ്റ്റിൽ നിന്നുമാണ് ചെന്നായയുടെ മൃതദേഹം കണ്ടെത്തിയത്. മുൻപും പെർമാഫ്രോസ്റ്റിൽ നിന്ന് നാട്ടുകാർക്ക് ചെന്നായയുടെ ശരീരം കിട്ടിയിട്ടുണ്ട്. 2021 അത്. റഷ്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമായ യാക്കുട്ടിയയിലെ അബി ജില്ലയിലെ തിരക്താഗ് നദിയുടെ തീരത്ത് 130 അടി താഴ്ചയിൽ നിന്നുമായിരുന്നു അന്ന് കിട്ടിയത്. അല്പം പോലും അഴുകാത്തതും രോമങ്ങളോ എല്ലുകളോ പല്ലുകൾ പോലും മാംസത്തിൽ നിന്നും വേർപെടാത്തതുമായ നിലയിലുള്ള അത്ഭുതകരമായ രീതിയിലായിരുന്നു മൃതദേഹം. പുതിയ കണ്ടെത്തലിൽ ചെന്നായയുടെ ആമാശയം പോലും അഴുകലിനെ അതിജീവിച്ചിരിക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. സൈബീരിയയിലെ ഒരിക്കലും ചൂട് തട്ടിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലെ മണ്ണിനെ കുറിച്ചും മറ്റും പഠിക്കുന്നവരാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത് യാക്കൂസിലെ നോർത്ത് ഈസ്റ്റ് ഫെഡറൽ യൂണിവേഴ്സിറ്റിയിലെ മാമോത്ത് മ്യൂസിയം ലബോറട്ടറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ചെന്നായയുടെ അവശിഷ്ടത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തും ശസ്ത്രക്രിയ ചെയ്തും പഠിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ. ഇന്നത്തെ കാലത്ത് 44,000 വർഷം പഴക്കമുള്ള ചെന്നായയെ പഠിക്കുന്നതിൽ വളരെ ഏറെ പ്രാധാന്യമുണ്ട്. സാധാരണയായി പെർമാഫ്രോസ്റ്റിൽ നിന്നും അഴുകാത്ത നിലയിൽ കണ്ടെത്തുന്ന പുരാതന അവശിഷ്ടങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയതിൽ നിന്നും പൂർണ്ണമായ നിലയിലുള്ള മൃതദേഹമാണ് ഇത്. സാധാരണ വൈറസുകളെക്കാൾ അപകടകാരികളും 1000 ഇരട്ടി വലിപ്പമുള്ളതുമായ വൈറസുകൾ മഞ്ഞിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടത്രേ. കൂടുതലായും ഇവ കാണപ്പെടുന്നത് കട്ടിയുള്ള ഐസ് കവചമായ പെർമാഫ്രോസ്റ്റിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള നഗരമായ യാക്കോസിലെ നോർത്ത് ഈസ്റ്റേൺ ഫെഡറൽ സർവകലാശാലയിലെ പഠനത്തിൽ ചെന്നായയുടെ പോസ്റ്റ്മോർട്ടം നിരീക്ഷിച്ചപ്പോൾ പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണ് ഈ ചെന്നായ എന്നാണ് മനസ്സിലാക്കിയത്. ഇതുവഴി ചരിത്രാതീത വൈറസുകളെയും ബാക്ടീരിയകളെയും മറ്റു സസൂക്ഷ്മ ജീവികളെയും ഇതിൽ നിന്നും കണ്ടെത്തുക എന്ന ലക്ഷ്യവും ശാസ്ത്രജ്ഞർക്കുണ്ട്. ചത്ത ജീവികളുടെ ശരീരത്തെ ഹിമം നിറഞ്ഞിട്ടുള്ള പെർമാഫ്രോസ്റ്റ് സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള ജന്തുക്കളെ ഇവിടെ നിന്നും പലപ്പോഴായി ലഭിക്കുന്നത്. ഇത്തരത്തിൽ കണ്ടെത്തുന്ന ശവശരീരങ്ങളിൽ നിന്നും വൈദ്യശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും സജീവമായ പദാർത്ഥങ്ങളുടെ നിർമ്മാതാക്കളായി ഉപയോഗിക്കാവുന്ന സൂക്ഷ്മാണുക്കൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷകർ പറയുന്നു. ശരീരത്തിലെത്തിയാൽ ഈ വൈറസുകൾ അപകടകാരികളാകുമെങ്കിലും ഇവ ഐസിൽ സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതിപരമായി ഗുണകരമാണ്. കാരണം മറ്റൊന്നുമല്ല, കട്ടിയുള്ള ഈ ഐസ് കവചം മഞ്ഞ് ഉരുക്കുന്നത് കുറയുന്നതിന് സഹായകരമാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന മണ്ണ് ആയതിനാലാണ് പെർമാഫ്രോസ്റ്റ് പ്രദേശങ്ങൾ ശാസ്ത്രജ്ഞർക്ക് എല്ലാ കാലത്തും നിരീക്ഷിക്കാൻ പ്രത്യേക താല്പര്യപ്പെടുന്നത്. 2010 റഷ്യയിലെ ആർട്ടിക് തീരത്ത് കണ്ടെത്തിയ ഒരു കുഞ്ഞാനയുടെ മൃതദേഹം 39,000 വർഷത്തിലേറെ പഴക്കമുള്ളതും അതിൻ്റെ മുടിയിഴകൾക്ക് പോലും കേടുപാടുകൾ ഇല്ലാത്ത നിലയിലുമുള്ളതായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ആർട്ടിക് പ്രദേശങ്ങളിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണും ധാതുക്കളും ഇന്ന് കുഴിച്ചു പഠിക്കാൻ കഴിയുമെന്നതിനാൽ പെർമാഫ്രോസ്റ്റ് ഭൂമിയുടെ ഭൂമിശാസ്ത്ര ചരിത്ര പഠനത്തിലും ഉപയോഗിക്കുന്നു.